പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ 2020 ലോകകപ്പിൽ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ. ആ ക്ലാസിക് പോരാട്ടം നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം വരുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് ഒരു പക്ഷേ ആ ഒരു മത്സരം നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. ICC പ്രതിനിധികൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അംഗങ്ങളുമായിട്ടൊക്കെ ചർച്ച നടത്തിയെന്നാണ് സൂചന. കൂടാതെ ലോകകപ്പ് ആതിഥേയരായ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന്റെ അഭ്യർത്ഥനയും PCB പരിഗണിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. ഖിലാഫ് പറഞ്ഞു തരും കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. ഖിലാഫേ, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഈ ഒരു ക്ലാസിക് പോരാട്ടം ഇത്തവണത്തെ ലോകകപ്പിൽ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇപ്പൊ ഒടുവിൽ PCBയുടെ മഞ്ഞുരുകുകയാണോ ഖിലാഫേ? ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മഞ്ഞുരുക്കത്തിൻ്റെ സൂചന തന്നെയാണ് പുറത്തു വരുന്ന ഒരു റിപ്പോർട്ടുകൾ. ഇത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മത്സരമാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ഒരു ആവേശകരമായ മത്സരം കൂടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ഈ ഒരു മത്സരമാണ് ഇതുവരെ ഒരു അനിശ്ചിതത്വത്തിൽ ഉണ്ടായിരുന്നത്. ഇത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ആ മത്സരം ഫെബ്രുവരി 15 തന്നെ നടക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഇതിൽ നിർണായകമായത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ അഭ്യർത്ഥനയാണ്. അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനോട് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് അഭ്യർത്ഥിച്ചത്, അതായത് അവിടുത്തെ ടിക്കറ്റ് സെയിലും അതേപോലെ തന്നെ മറ്റു സ്പോൺസർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് അവരെ ഈ ഒരു കളിക്കാനുള്ള ഒരു നിലയിലേക്ക് എത്തിച്ചു എന്ന രീതിയിലാണ് പുറത്ത് വരുന്ന വിവരങ്ങൾ. കൂടാതെ ICCയും ഈ PCB അധികൃതരുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത് PCBക്ക് ഈ ഒരു മത്സരം ഉപേക്ഷിച്ചാൽ ഉണ്ടാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ICC കൃത്യമായ ഒരു ധാരണ നൽകിയെന്നാണ്. ഇതിൻ്റെ പിന്നാലെ തന്നെയാണ് ഈ ഒരു മത്സരത്തിന് ഒരു സാധ്യത തെളിയുന്നത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഫെബ്രുവരി 15 നടക്കേണ്ട മത്സരം പാകിസ്ഥാൻ സർക്കാരാണ് ഈ ഒരു മത്സരത്തിൽ കളിക്കേണ്ട എന്ന തീരുമാനത്തിലെത്തിയത്. നേരത്തെ തന്നെ സൽമാൻ അലി അടക്കമുള്ള താരങ്ങൾ പാകിസ്ഥാൻ സർക്കാർ പറയുന്ന നിലപാടിലേക്ക് മാത്രമേ തങ്ങൾക്ക് പോകാൻ സാധിക്കൂ എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. ഈ പാകിസ്ഥാൻ സർക്കാർ ആവശ്യപ്പെട്ടത് ഫോഴ്സ് മെജൂർ എന്ന ഒരു ഉടമ്പടി പ്രകാരം ഈ ഒരു മത്സരത്തിൽ നിന്ന് മാത്രം പിന്മാറുന്നു എന്നായിരുന്നു പറഞ്ഞത്. ഈ ഫോഴ്സ് മെജൂർ എന്ന് പറയുന്നത് ഒരു വാറോ ഇല്ലെങ്കിൽ മറ്റ് റയോട്ട്സുകളോ ഉണ്ടായാൽ മാത്രം ഈ ഒരു അഗ്രിമെന്റിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സാധ്യതയാണ്. അത് ഇപ്പോൾ ICCയുടെ പക്കൽ സൈൻ ചെയ്തിട്ടുള്ള അഗ്രിമെന്റ് പ്രകാരമുള്ള ധാരണയാണ്. ഈ ഒരു ധാരണ പ്രകാരമാണ് ഇന്ത്യയുമായിട്ടുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന രീതിയിൽ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ ഒരു മത്സരത്തിൽ ഈ ഒരു മഞ്ഞുരുക്കത്തിന്റെ സാധ്യതയാണ്. കൂടാതെ ഈ മത്സരത്തിൽ BCCI നേരത്തെ തന്നെ ശ്രീലങ്കയിലേക്ക് പോകുമെന്നും പാകിസ്ഥാനെതിരെ കളിക്കുമെന്നും ഒക്കെ നേരത്തെ തന്നെ നിലപാടെടുത്തതാണ്. എന്തായാലും ഈ ഒരു മത്സരത്തിനായി ആരാധകരും അതേപോലെ തന്നെ ക്രിക്കറ്റ് പ്രേമികളും ഒക്കെ കാത്തിരിക്കുകയാണ് സൈദു. ഓക്കെ ഖിലാഫേ, ശരി.